ഹായ് ഫ്രണ്ട്സ്, ചിക്കൻ സ്റ്റൂ ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ. അപ്പോൾ നമുക്കിന്ന് ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി കണ്ടാലോ. ഇതിനായിട്ട് ഞാനിവിടെ 3 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതാദ്യം തന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും കുരുമുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അത് വാലയ്ക്ക് വയ്ക്കാം. ഒരു മണിക്കൂർ നേരം ഇത് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. ശേഷം ഒരു തവ ചൂടാക്കി അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതിലേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും ചേർത്തതിന് ശേഷം 3 വലിയ സവോള സ്ലൈസസ് ആക്കിയതും കൂടെ ചേർത്ത് അതിനാവശ്യമായ ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി വഴന്ന് ഒരു പിങ്ക് കളറിലേക്കായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കണ്ടിന്യൂസ് ആയിട്ട് 5 മിനിറ്റ് നേരം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലെ വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ ഒന്ന് കുക്കായി തുടങ്ങും. ഇത്രയും വരെ ആയതിന് ശേഷം നമ്മൾ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. നിരപ്പ് വരുന്ന അത്രയും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ കുക്കായി തുടങ്ങുന്ന ഈ സമയത്ത് നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും അല്പം ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് ഉപ്പും എരിവും ഒക്കെ നമുക്ക് ബാലൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ചിക്കനൊക്കെ നന്നായി കുക്കായി കുറുകി വന്നതിന് ശേഷം നമുക്കിനി തലപ്പാൽ ചേർത്ത് കൊടുക്കാം. അതായത് നല്ല തിക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തലപ്പാൽ ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല, അതൊന്ന് ചൂടായാൽ മാത്രം മതി. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം നല്ല വെളിച്ചെണ്ണയിൽ കാഷ്യൂനട്ട് വറുത്തതും ഉള്ളി, കറിവേപ്പിലയും മൂപ്പിച്ചതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അടച്ചു വയ്ക്കാം. ലാസ്റ്റ് സ്റ്റെപ്സ് വീഡിയോയിൽ മിസ്സായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളുടെ അടിപൊളി ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി.